യാ ബുനയ്യ ഇർകബ് മഅനാ. സൂറത്ത് ഹൂദ് 42-ാമത്തെ ആയത്ത്. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഊന്നൽ കൊടുക്കുന്നത്. സുക്കൂൻ ചെയ്ത ബാ പ്ലസ് ഹറക്കത്തുള്ള മീം. ബായിന്റെ മേലെ മുസ്ഹഫിൽ നമുക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. കാരണം ഇവ രണ്ടും ചേർത്ത് ഓതുമ്പോ ഈ ബായിനെ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ബാവും മീമും ഒരേ മഹ്റജാണ്, രണ്ടും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ സുക്കൂനുള്ള ബായിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സുക്കൂനുള്ള ബായിനെ നമ്മൾ എന്താക്കുന്നു, ഹറക്കത്തുള്ള മീമിലോട്ട് ലയിപ്പിക്കുന്നു. ഇങ്ങനെ മീമിലോട്ട് ലയിപ്പിക്കുന്നതോടുകൂടി ബായിന്റെ ഉച്ചാരണം ഇല്ലാതാവുന്നു. കാരണം ഇദ്ഗാം കാമിലാണ്, പൂർണ്ണമായിട്ട് ലയിപ്പിക്കുന്നുണ്ട്. അതോടുകൂടി എന്തായി, മീമിന് ഷദ് കിട്ടുന്നു. മീമിന് ഷദ് കിട്ടുമ്പോ എന്തായി, ഗുന്ന നിർബന്ധമാണ്, അതായത് രാഗം നിർബന്ധമാണ്. അപ്പൊ ഇത് രണ്ട് മിഖ്ദാർ എന്താണ്, നമ്മൾ അവിടെ ഗുന്ന കൊടുക്കണം, രാഗം കൊടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് കാഫിൽ നിന്ന് നേരെ മീമിലോട്ട് പോണം. യാ ബുനയ്യ ഇർകം മഅനാ, യാ ബുനയ്യ ഇർകം മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ. ഇനി ഈ ബായിനെ മീമിലോട്ട് ലയിപ്പിക്കാനുള്ള, കംപ്ലീറ്റ് ലയിപ്പിക്കാനുള്ള മറ്റൊരു കാരണമായിട്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഈ ഒരു രംഗം നൂഹ് അലൈഹിസ്സലാമും സംഘവും ആ തൂഫാന്റെ സമയത്ത് കപ്പലിൽ കയറി രക്ഷപ്പെടുന്ന ഒരു രംഗമാണ്. അല്ലാഹു തആല വിശദീകരിക്കുകയാണ്, പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾ, ആ തിരമാലകൾക്കിടയിൽ എന്താണ്, ആ കപ്പൽ ഇവരെയും കൊണ്ടങ്ങ് പോവാണ്. അപ്പൊ ആ സമയത്ത് ദൂരെ തന്റെ മകനെ കാണാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാം തന്റെ മകനെ വിളിക്കുന്നതാണ് രംഗം. യാ ബുനയ്യ ഇർകം മഅനാ, അല്ലയോ എന്റെ മോനെ, കുഞ്ഞു മോനെ, നീ ഞങ്ങളുടെ കൂടെ കേറ്. വലാ തകും മഅൽ കാഫിരീൻ, നീ സത്യനിഷേധികളിൽ പെട്ടുപോകരുത് എന്ന് പിതാവ് മകനോട് പറയുന്നതാണ്. അപ്പൊ ആ പിതാവിന്റെ ഒരു വെപ്രാളം, ഒരു പ്രയാസം, ഒരു ആശങ്കയാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് ഈ ബായിനെ മീമിലേക്ക് ഉച്ചരിക്കുക, ബായിനെ ഉച്ചരിക്കാനുള്ള ഒരു സമയം കൊടുക്കാത്തതിന്റെ ഒരു കാരണം അവിടെ ആ പിതാവിന്റെ ഒരു വെപ്രാളത്തെ സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ കാണാം. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ്.